ഗായത്രി ദേവി എൻ്റെ അമ്മ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജയരാമനും കൃഷ്ണദാസും മോളും കൂടി യാത്ര തിരിക്കുകയാണ് ചെയ്യുന്നത് അഭിയുടെ വീട്ടിലേക്ക്. അപ്പോൾ പറയുന്നുണ്ട്, എന്തായാലും ഫുൾ ടൈം എണ്ണയൊക്കെ അടിച്ചോളൂ കാറിൽ, നമുക്ക് നല്ലൊരു യാത്രയാണ്, നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കാനായിട്ട് പറ്റട്ടെ എന്ന് പറയാട്ടോ ചെയ്യുന്നത്. മാഷേ, ഈ നാട്ടിലൊക്കെ ഞാൻ വന്നിട്ടുണ്ട്, എൻ്റെ ഭാര്യയുടെ ഒരു അമ്മാവിൻ്റെ വീടൊക്കെ ഇവിടെ തന്നെയാണ്, അതുകൊണ്ട് ഇവിടെ ആകെ സ്ഥലങ്ങളൊക്കെ മാറി എന്ന് പറയുകയാണ് ചെയ്യുന്നത്. കൃത്യമായ വഴി എനിക്ക് അറിയില്ല, നമുക്കെന്തായാലും ആ ജംഗ്ഷനിൽ പോയിട്ട് ചോദിക്കാം മാഷേ, എന്തായാലും ഒരു പറഞ്ഞു തരും എന്ന് പറയുന്നു. അങ്ങനെ ശരിക്കും ഗായത്രി ദേവിയുടെ വീട്ടിൻ്റെ മുന്നിൽ തന്നെ വന്ന് എത്തുക കേട്ടോ ചെയ്യുന്നത്. എല്ലാവരും പറഞ്ഞു ഗായത്രി ദേവിയുടെ വീട് ഇതാണെന്ന്, നമുക്കൊന്ന് ഇറങ്ങി നോക്കാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവിടെ ഭാസി കാറ് കഴുകിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കാറ് കഴുകിക്കൊണ്ടിരിക്കുന്ന ഭാസി ഇറങ്ങി വരുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഒരാളെ കാണണം, ഗായത്രി ദേവിയുടെ വീട് തന്നെയല്ലേ എന്ന് ചോദിക്കുക കേട്ടോ ചെയ്യുന്നത്. ഗായത്രി ദേവിയുടെ വീട് ഇതൊന്നും അല്ല, ഇവിടെ എൻ്റെ വസുധ ചേച്ചിയുടെ വീടാണിത്, ഇത് വസുധ ചേച്ചിയുടെ കാറാണ്, ഞാൻ വസുധ ചേച്ചിയുടെ അനിയനാണെന്നൊക്കെ പറയുന്നുണ്ട് ഭാസി കേട്ടോ. അപ്പോൾ തന്നെ പറയുന്നുണ്ട്, ഇപ്പം തന്നെ മനസ്സിലായി ഇതാരുടെ വീടാണെന്നുള്ളത്. എന്തായാലും ഗായത്രി ദേവി ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് വിളിക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെയൊന്നും അവരില്ല, ഇപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ ലക്ഷ്മി ഹോസ്പിറ്റലിൽ കാണാനായിട്ട് സാധിക്കും, അവർ മരിച്ചിട്ടില്ലെങ്കിൽ കാണാൻ പറ്റും, അല്ലെങ്കിൽ കാണാൻ പറ്റില്ല, അവർക്ക് എന്ത് പറ്റി? അപ്പോൾ അവിടെ നിന്ന് ജയരാമൻ നോക്കുന്നുണ്ട്. അതൊന്നും പറ്റിയിട്ടില്ല, നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അവർ കാണാനായിട്ട് പറ്റുമെന്ന് പറയുന്നു. അങ്ങനെ ദേവരാജൻ അവിടെ നിന്ന് മടങ്ങി വരാട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേനും കൃഷ്ണദാസ് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി മാഷേ, പോയ കാര്യം നടന്നില്ലേ എന്ന് ചോദിക്കാട്ടോ ചെയ്യുന്നത്. പോയ കാര്യം അവരെ കാണാൻ പറ്റിയില്ല, അവരേതോ ഇവിടെ അടുത്തുള്ള ഒരു ലക്ഷ്മി ഹോസ്പിറ്റൽ അഡ്മിറ്റാണെന്ന് പറയുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പോഴത്തേനും ജയരാമൻ ചോദിക്കുന്നുണ്ട്, ആരാ ഭാസി വന്നിട്ടുള്ളത്? ഗായത്രി ചേച്ചി അന്വേഷിച്ച് വന്നതാണ് ജയരാമേട്ട, ഗായത്രി ചേച്ചിയുടെ ബന്ധു ആരെങ്കിലും ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അവൾക്ക് ഇങ്ങനെ ഒരാൾ ബന്ധുവായിട്ടില്ല, വേറെ ആരും എന്തൊരു ഉദ്ദേശമുണ്ട്, നീ പോയി അന്വേഷിച്ചിട്ട് വാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഭാസി പോയിട്ട് അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. ദേവരാജനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എവിടെ നിന്നാണ്, എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറയില്ലേ എന്ന് ചോദിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് പറയേണ്ട കാര്യമില്ല താങ്കളോട്, എത്രയും പെട്ടെന്ന് കൈ എടുക്കുക, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുകയാണ്. ഭാസി പറയുന്നുണ്ട്, നിങ്ങൾ വല്ല കൊള്ളക്കാരൊക്കെ ആണെങ്കിലോ, ഞങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ കൃഷ്ണദാസ് പറയുന്നുണ്ട്, ഇതൊരു മാഷാണ്, നീ എന്ത് തോന്നിയാസാണ് ഈ പറയുന്നത്? അല്ല, പറയേണ്ട മര്യാദ നിങ്ങൾക്കില്ലേ എന്ന് ചോദിക്കണം. അങ്ങനെ കൈയെടുക്ക്, ഞങ്ങൾക്ക് പോകണം പറഞ്ഞിട്ട് കാറിൻ്റെ ഗ്ലാസ് കയറ്റുക കേട്ടോ ചെയ്യുന്നത് ദേവരാജൻ മാഷ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഭാസി പുറകിലേക്ക് നോക്കുമ്പോൾ മോളെ കാണുകയാണ് കേട്ടോ ചെയ്യുന്നത്. ആമിമോളുടെ അതേ ചായയിലുള്ള ഒരു കുട്ടിയെ കാണുമ്പോഴത്തേനും ഭാസി ആകെ ഞെട്ടിത്തരിക്കുന്നുണ്ട്. കുട്ടിയാണെങ്കിലോ ഭാസിയോട് ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഭാസി ബോധം കിട്ടി അവിടെ വീഴുന്നു. അതിനുശേഷം ഭാസി അകത്തേക്ക് പോയതിന് ശേഷം നിറയെ വെള്ളം എടുത്ത് കുടിക്കുമ്പോൾ വസുധയും ദേവരാജനും ജയരാമനും മാറി മാറി ചോദിക്കുന്നുണ്ട്, എന്താടാ നിനക്ക് പറ്റിയതെന്ന് പറയുന്നുണ്ട്. പ്രേതമാണ് ചേച്ചി, കാരണം പട്ടാപകലും ഇപ്പോൾ പ്രേതം വന്ന് ഇറങ്ങുന്നുണ്ടെന്ന് പറയാട്ടോ ചെയ്യുന്നത്. നീ എന്താ വല്ല ബിച്ചിയും പേയും പറയുകയാണ്? ഇവൻ കുറേ നേരമായിട്ട് ഇങ്ങനെ ബിച്ചിയും പേയും പറയുകയാണ് വസുധ, ഞാൻ ചോദിച്ചപ്പോഴും പ്രേതമാണെന്ന് പറയുന്നത്. അപ്പോൾ പറയുന്നുണ്ട് ഭാസി, ജയരാമേട്ടൻ്റെ മോള് അവളാണ് പ്രേതമായിട്ട് വന്നിരിക്കുന്നത്, എനിക്ക് പേടിയാവുന്നു ചേച്ചി, നീ എന്താ ഇപ്പം തന്നെ ഫിറ്റാണോടാ, നീ അലമാറയിൽ വെച്ചിട്ടുള്ളതെല്ലാം തീർത്തോ? ഞാനിപ്പോൾ ഒരു തുള്ളി പോലും കുടിച്ചില്ല ചേച്ചി, പക്ഷേ എന്തോ പേടിയാവുന്നു എനിക്കെന്ന് പറയുന്നു. നീ കുറച്ചു നേരം പോയി കിടന്നുറങ്ങ്, എന്നിട്ട് നിന്നോട് സംസാരിക്കാം എന്ന് വസുധ പറയുന്നു. അങ്ങനെ വീണ്ടും ഹോസ്പിറ്റലിൽ കാണിക്കുന്നുണ്ട്. ഗായത്രി ചേച്ചിക്കാണെങ്കിലോ നിയന്ത്രണം വിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്, തൻ്റെ മകൻ പോയതിൻ്റെ വിഷമത്തിൽ. ആ സമയം തന്നെ ദേവരാജ മാഷ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അന്ന് വന്നതിന് ശേഷം മാഷ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താണ് ഗായത്രി ദേവിക്ക് പറ്റിയത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ അഭിഷേക് പഠിക്കുന്ന സ്കൂളിലെ മാഷാണ് എന്നൊക്കെ പറയുമ്പോഴത്തേനും മരിച്ച വിവരം പറയാൻ വേണ്ടി വന്നതാണെന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. എന്താണ് ഗായത്രിക്ക് പറ്റിയതെന്ന് ദേവരാജ മാഷ് വീണ്ടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ തമ്പിയണ്ണൻ പറയുന്നുണ്ട്, എന്താ മാഷ് ഇതൊന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്നത്, മാഷ് ഞങ്ങളെ കളിയാക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്താ നിങ്ങൾ ഈ പറയുന്നത്? ഞാൻ അഭിഷേക് പറഞ്ഞിട്ടാണ് വരുന്നതെന്ന് പറയുമ്പോൾ ഞെട്ടിത്തരിക്കുകയാണ് ചെയ്യുന്നത് നിമ്മി അടക്കം. അത് പറയുന്നുണ്ട്, അവൻ ഇപ്പോഴുണ്ട്, അവൻ എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് അന്വേഷിക്കാൻ വേണ്ടി വിട്ടതാണെന്ന് പറയുന്നു. അപ്പോൾ അഭിഷേക് മരിച്ചു പോയെന്നാണല്ലോ പത്രത്തിൽ, അതൊക്കെ വെറുതെ പറയുന്നതായിരിക്കും, നിങ്ങളാരോ പറ്റിച്ചതാണ്. അഭിഷേകിനോട് യാത്ര പറഞ്ഞ് ഞാൻ ഇന്ന് തന്നെയാണ് വന്നത്, പിന്നെ അവനെ കൊണ്ടുപോകാത്തത് ഇപ്പോൾ എക്സാം അടുത്തിരിക്കില്ല, അവൻ പഠിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണല്ലാതെ ഒന്നുമല്ല. ഞാൻ വരുമ്പോൾ ഒരു ദിവസം അവനെയും കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗായത്രിക്ക് സന്തോഷമാവുന്നുണ്ട്, അവൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. കാരണം തൻ്റെ മകൻ മരിച്ചു പോയെന്നാണ് ഗായത്രി വിചാരിച്ചുകൊണ്ടിരുന്നത്. മാഷെ നന്ദിയുണ്ട്, അവനെ കൈവിടരുതെന്ന് പറയുന്നുണ്ട്.
ഗായത്രി ദേവി വിഷമിക്കേണ്ട, അവൻ മിടുക്കനാണ്, അവൻ അമ്മയെ ഒരു പൊന്നുപോലെ നോക്കുന്ന ഒരു മകനാണ്, ഇങ്ങനെ ഒരു മകനെ പ്രസവിച്ച ഗായത്രി ദേവി ഭാഗ്യം ചെയ്തവളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അവൻ വലിയ പഠിച്ച് മിടുക്കനാവുമെന്ന കാര്യത്തിൽ ഞങ്ങളുടെ മാഷുമാരുടെ ഇടയിൽ യാതൊരു സംശയവുമില്ല. അവൻ നല്ല കുട്ടിയായിട്ട് വളരട്ടെ, അവൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് ആരോടും പറയണ്ട. ഇപ്പോൾ ഈ ഒരു വാർത്ത അറിഞ്ഞതുപോലെ തന്നെ ഇനിയും അങ്ങനെ തന്നെ നിന്നാൽ മതി. അങ്ങനെയാകുമ്പോഴാണ് അവൻ്റെ പഠിത്തത്തിന് യാതൊരു ശല്യങ്ങളും ഉണ്ടാവരുത്. അവനുണ്ടെന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് അവർ വന്ന് അവനെ കൊണ്ടുപോകും. ഇത് അവൻ്റെ അച്ഛനോ അല്ലെങ്കിൽ അവരെ കൂടെയുള്ള ആരും തന്നെ അറിയരുത് ഗായത്രി എന്ന് പറയുന്നു. ഇല്ല മാഷേ, അറിയില്ല എന്ന് പറയുന്നുണ്ട്. അവനെ കൂട്ടിക്കൊണ്ട് ഞാനൊരു ദിവസം വരാമെന്ന് പറഞ്ഞിട്ട് ദേവരാജ മാഷ് യാത്രയാവുകയാണ്. അങ്ങനെ പറയുന്നുണ്ട്, തമ്പിയോട് പറയുന്നുണ്ട്, ഞാൻ പോയിട്ട് വരാം തമ്പിയണ്ണ, കാരണം എൻ്റെ കൂടെ കൃഷ്ണദാസ് മോളും ഉണ്ട്. വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങൾ വന്നത്. ഈ യാത്രയിൽ എനിക്കൊരു മുഷിപ്പ് തോന്നിയിട്ടില്ല എന്ന് പറയാട്ടോ ചെയ്യുന്നത്. കൃഷ്ണദാസ് ആണെങ്കിലും മോളാണെങ്കിൽ നന്നായി സംസാരിക്കുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് ഒരു വിഷമം തോന്നിയിട്ടില്ല എന്നും പറയാട്ടോ ചെയ്യുന്ന തമ്പിയണ്ണ. ആമിമോളെ കാണാതിരിക്കാൻ തന്നെയാണ് ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത് അവിടെ. അതുകൊണ്ട് തന്നെയാണ് തമ്പിയണ്ണനെ വേറെ ആരോ വിളിക്കുന്നുണ്ട്. അങ്ങനെ തിരിഞ്ഞു നിൽക്കുന്ന സമയത്താണ് കൃഷ്ണദാസ് മോളും അവിടേക്ക് തിരിഞ്ഞു വരികട്ടോ ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, മാഷേ എങ്ങോട്ടേക്കാണ് മാഷ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നടന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. എല്ലാ കാര്യങ്ങളും നടന്നു, സന്തോഷത്തോടെ തിരിച്ചു പോവാം. നിങ്ങളെവിടെ പോയിട്ടായിരുന്നു, ഭക്ഷണം കഴിക്കാൻ പോയില്ലേ ചോദിക്കാൻ. മോൾക്ക് വാഷ്റൂമിൽ പോകണമായിരുന്നു, അതിന് വേണ്ടി പോയതാണ്. കഴിച്ചില്ല ഇതുവരെ. ഇല്ല, മാഷ് വന്നിട്ട് ഒരുമിച്ച് കഴിക്കാമെന്ന് കരുതി. എന്നാൽ പോകാമെന്ന് പറയുന്നു. പിന്നെ അഭിഷേകിനെ കാണിക്കുന്നത്. അപ്പോൾ അമ്മമ്മ വന്നിട്ട് പറയുന്നുണ്ട്, നീ ഒന്ന് കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിയിട്ട് വരൂ അഭിഷേക് എന്ന് ചോദിക്കുകയാണ്. നീ പഠിച്ചതൊക്കെ കഴിഞ്ഞോ, അല്ലെങ്കിൽ ദേവരാജൻ വന്ന് എന്നെ വഴക്ക് പറയും. പഠിച്ചൊക്കെ കഴിഞ്ഞോ അമ്മാമ്മേ, ഞാൻ പോയി വാങ്ങിക്കൊണ്ട് വരാം, അമ്മമ്മ എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞു തന്നാൽ മതി. അങ്ങനെ ലിസ്റ്റും അതിനുള്ള കവറുകളും കൊടുക്കുന്നുണ്ട്. പൈസ വേണ്ട,